1997 ആപ്പിൾ കമ്പനി ഏകദേശം ബാങ്ക്റപ്സിയുടെ വക്കീലായിരുന്നു. കമ്പനിയുടെ കൈവശം വെറും 90 ദിവസം മാത്രം പ്രവർത്തിക്കാനുള്ള ഫണ്ട്. ഒരു വർഷത്തിനുള്ളിൽ അവർ $1 ബില്യൺ നഷ്ടപ്പെടുത്തി. ആയിരക്കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിടേണ്ടി വന്നു. പക്ഷെ ഇന്ന് ആപ്പിൾ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നാണ്. അപ്പൊ ചോദ്യം ഇതാണ്, 1997 ശേഷം ആപ്പിൾ എന്ന കമ്പനിക്ക് എന്ത് സംഭവിച്ചു? മിക്കവരും പറയുന്നത് സ്റ്റീവ് ജോബ്സ് തിരിച്ചു വന്ന് ആപ്പിളിനെ രക്ഷിച്ചു എന്നാണ്. ശരിയാണ്. പക്ഷെ അതിന് പിന്നിൽ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യമുണ്ട്. ആ സമയത്ത് സെറോസ് എന്ന കമ്പനിയുടെ കയ്യിൽ അതിശയകരമായൊരു ടെക്നോളജി ഉണ്ടായിരുന്നു. പക്ഷെ അവർ അതിനെ വെറും ഒരു ഫീച്ചർ മാത്രമായിട്ടാണ് കണ്ടത്. ആ ടെക്നോളജി ലോകത്തെ എങ്ങനെ മാറ്റുമെന്ന് അവർ മനസ്സിലാക്കിയില്ല. പക്ഷെ സ്റ്റീവ് ജോബ്സ് ആ ഒരു ടെക്നോളജിയെ കണ്ടപ്പോൾ തന്നെ അതിന്റെ യഥാർത്ഥ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി. ഇത് മനുഷ്യനും ടെക്നോളജിയും തമ്മിലുള്ള അകലം കുറയ്ക്കാൻ പോകുന്ന ഒരു ടെക്നോളജിയാണ്. പിന്നീട് ഈ ആശയം ഉപയോഗിച്ചാണ് ആപ്പിൾ ഉയർന്നു വന്നത്. ടെക്നോളജി എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കും, പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് എല്ലാവർക്കും അറിയണമെന്നില്ല. വീഡിയോ എഡിറ്റിങ്ങും ഇതുപോലെയാണ്. ഡാവിഞ്ചി റിസോൾവ്, പ്രീമിയർ പ്രോ, ആഫ്റ്റർ എഫക്ട്സ്, ഈ സോഫ്റ്റ്വെയർ ഒക്കെ എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാം. അതുകൊണ്ട് എല്ലാവരും ഒരു മികച്ച എഡിറ്റർ ആകുമോ? ഇല്ല. കാരണം സോഫ്റ്റ്വെയർ അറിയുന്നത് കൊണ്ട് മാത്രം മതിയായില്ല, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കൂടി അറിയണം. അപ്പോൾ എന്താണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ? ഒരു വീഡിയോയുടെ ലക്ഷ്യം എന്താണ്? അത് മനോഹരമായി കാണിക്കുക മാത്രമല്ല, ഒരു മെസ്സേജ് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നതാണ്. പ്രേക്ഷകർ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ചിന്തിക്കാതെ തന്നെ മനസ്സിലാക്കണം. അതാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. ഇതാണ് ഒരു സാധാരണ എഡിറ്ററെയും പ്രൊഫഷണൽ എഡിറ്ററെയും തമ്മിൽ വേർതിരിക്കുന്നത്. നിങ്ങളെക്കാളും കുറച്ച് സോഫ്റ്റ്വെയർ സ്കില്ലുള്ള ഒരാൾക്ക് പോലും നല്ലൊരു ക്ലയന്റിനെ കിട്ടാൻ സാധ്യതയുണ്ട്. പലരും കരുതുന്നത് എനിക്ക് ട്രാൻസിഷൻ വേണം, പ്ലഗിൻസ് വേണം, പ്രീസെറ്റ്സ് വേണം, ഇതൊക്കെയാണ്. പക്ഷേ യഥാർത്ഥ പ്രശ്നം ഇതൊന്നുമല്ല. നിങ്ങൾക്കൊരു സീൻ എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് അറിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര പ്ലഗിൻ ഉണ്ടായാലും അതൊരു ശരാശരിയിൽ താഴെയായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു എഡിറ്റിംഗ് ടെക്നിക്സ് അല്ല, ഒരു പ്രൊഫഷണൽ വീഡിയോ എഡിറ്ററിന്റെ മൈൻഡ് സെറ്റാണ്. വീഡിയോ എഡിറ്റിങ്ങിന്റെ യഥാർത്ഥ പർപ്പസ് എന്നാണ്. കുറച്ച് നല്ല എഫക്ട്സ് ചേർക്കലാണോ, സ്റ്റൈലിഷ് ട്രാൻസിഷൻ ഉപയോഗിക്കലാണോ, അല്ലെങ്കിൽ സിനിമാറ്റിക് ലുക്ക് ഉണ്ടാക്കുന്നതാണോ? അല്ല, ഇതൊന്നും വീഡിയോ എഡിറ്റിന്റെ പ്രധാന ലക്ഷ്യമല്ല. വീഡിയോ എഡിറ്റിങ്ങിന്റെ പ്രധാന ലക്ഷ്യം ഒരു മെസ്സേജ് വ്യക്തമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നതാണ്. അതാണ് ഒരു നല്ല എഡിറ്റിംഗ്. പക്ഷെ പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ വീഡിയോയിൽ ഒരുപാട് ട്രാൻസിഷൻസ് ചേർക്കും, മോഷൻ ഗ്രാഫിക്സ് ചേർക്കും, ആനിമേഷൻ ചേർക്കും, സൂംസ്, എഫക്ട്സ്, പ്ലഗിൻസ്, പ്രീസെറ്റുകൾ, അങ്ങനെ എല്ലാം ചേർത്തിട്ടും വീഡിയോ കണ്ട ആൾക്ക് ഇതൊന്നും മനസ്സിലായില്ലെങ്കിൽ ആ എഡിറ്റിങ്ങിന് എന്താണ് അർത്ഥം? റൂൾ നമ്പർ 1, സിംപ്ലിസിറ്റി ഈസ് ഈക്വൽ ടു അണ്ടർസ്റ്റാൻഡിങ്. ഒരു നല്ല എഡിറ്ററുടെ ഏറ്റവും വലിയ കഴിവ് കൂടുതൽ കാര്യങ്ങൾ ചേർക്കുന്നതല്ല, ആവശ്യമില്ലാത്തത് ഒഴിവാക്കുന്നതാണ്. ഒരു ഫ്രെയിമിൽ ഒരുപാട് എലമെന്റ്സ് ഉണ്ടെങ്കിൽ പ്രേക്ഷകരുടെ ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആവും. പക്ഷെ അതേ ഫ്രെയിം ക്ലീൻ ആണെങ്കിൽ വ്യൂവർ എവിടെയാണ് നോക്കേണ്ടതെന്ന് ബ്രെയിൻ തന്നെ തീരുമാനിക്കും. അതുകൊണ്ടാണ് പ്രൊഫഷണൽ വീഡിയോസ് കാണുമ്പോൾ അത് വളരെ സിമ്പിളായി തോന്നുന്നത്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, സിമ്പിൾ എന്നത് ലേസി എഡിറ്റിംഗ് അല്ല. സിമ്പിൾ എന്നത് പർപ്പസ്ഫുൾ എഡിറ്റിംഗ് ആണ്. ഓരോ എലമെന്റിനും ഒരു കാരണം ഉണ്ടായിരിക്കണം. ഒരു ടെക്സ്റ്റ് വന്നാൽ അത് എന്തിനാണ് വന്നത്? ഒരു സൂം ഉണ്ടെങ്കിൽ അതെന്തിനാണ്? ഒരു ട്രാൻസിഷൻ ഉണ്ടെങ്കിൽ അതിലൂടെ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലെങ്കിൽ ആ എഫക്ട്സ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു വീഡിയോയിൽ പറയുകയാണ്, ഇതാണ് പ്രധാനപ്പെട്ട സെറ്റിംഗ്സ്. അപ്പൊ സ്ക്രീനിൽ 10 ഐക്കൺ, 5 ടെക്സ്റ്റ്, 3 ആനിമേഷൻ, ഇതൊക്കെ വെച്ചാൽ എങ്ങനെയാ മനസ്സിലാവുക? പക്ഷെ അതേ സ്ക്രീനിൽ ബാക്ക്ഗ്രൗണ്ട് ക്ലീൻ, ഒരു ആനിമേഷൻ, ഒരു ടെക്സ്റ്റ്, ഒരു സൂം, വ്യൂവർ നിങ്ങൾ കാണിക്കേണ്ട സ്ഥലത്തേക്ക് നോക്കും. അപ്പോൾ അതാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ പ്രേക്ഷകന്റെ കണ്ണുകൾ ഗൈഡ് ചെയ്യുകയാണ്. അവർ എവിടെയാണ് നോക്കേണ്ടത്, എന്താണ് ആദ്യം കാണേണ്ടത്, എന്താണ് പിന്നീട് ശ്രദ്ധിക്കേണ്ടത്, എല്ലാം നിങ്ങൾ കൺട്രോൾ ചെയ്യും. അപ്പോൾ ഇതാണ് പ്രൊഫഷണൽ എഡിറ്റിംഗ്. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഇഫ് ഇറ്റ്സ് ഹാർഡ് ടു സീ, ഇറ്റ്സ് ഹാർഡ് ടു അണ്ടർസ്റ്റാൻഡ്. കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മനസ്സിലാക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇനി എഡിറ്റ് ചെയ്യുമ്പോൾ ഇത് കൂളാണോ എന്ന് ചോദിക്കുന്നതിന് മുൻപ് ഇത് വ്യൂവറിന് മനസ്സിലാവുന്നുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. അവിടെ നിന്നാണ് ഒരു വീഡിയോ എഡിറ്ററിൽ നിന്നും വിഷ്വൽ കമ്മ്യൂണിക്കേറ്റർ ജനിക്കുന്നത്. നെക്സ്റ്റ്, സൗണ്ടിനെ കുറിച്ച് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒന്നുകൂടി പറയാം. പല എഡിറ്റേഴ്സിനും തോന്നും വീഡിയോ നന്നായ മതി, സൗണ്ടിന് അത്ര പ്രാധാന്യം ഇല്ല എന്ന്. പക്ഷേ റിയാലിറ്റി അതല്ല. ഒരു വീഡിയോ ഇമോഷണൽ ആക്കുന്നതും സിനിമാറ്റിക് ഫീൽ നൽകുന്നതും ഇമേഴ്ഷൻ ആക്കുന്നതും സൗണ്ടാണ്. ഫോർ എക്സാമ്പിൾ, സ്ക്രീനിൽ ഒരു മഴയുടെ ദൃശ്യം വരിക, വീഡിയോ മാത്രം കാണിച്ചാൽ ഒരു ഫീല് കിട്ടും. ഇനി നമുക്കിതിലേക്കൊരു റെയിൻ സൗണ്ട് ആഡ് ചെയ്ത് നോക്കാം. ഇനി തണ്ട, bad ideas, soft music.
അപ്പൊ ഇതെല്ലാം ആഡ് ചെയ്തപ്പോൾ നിങ്ങളൊന്ന് കേട്ടു നോക്കും. ഇതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നില്ലേ? അതാണ് സൗണ്ടിന്റെ പവർ. ഇനി സൗണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റാൻഡം മ്യൂസിക് ഉപയോഗിക്കരുത്. മ്യൂസിക്കിനും സ്റ്റോറിക്കും കണക്ഷൻ വേണം. ഹാപ്പി സീൻ ആണെങ്കിൽ ഹാപ്പി മ്യൂസിക്, സസ്പെൻസ് ആണെങ്കിൽ സസ്പെൻസ് മ്യൂസിക്, ഇമോഷണൽ സീൻ ആണെങ്കിൽ കാം മ്യൂസിക്. മ്യൂസിക് കേൾക്കാൻ നല്ലതാണോ എന്നതിലല്ല കാര്യം, അത് സീനിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നതിലാണ് കാര്യം. പ്രൊഫഷണൽ എഡിറ്ററേയും സാധാരണ എഡിറ്ററേയും തമ്മിൽ വേർതിരിക്കുന്ന മറ്റൊരു കാര്യമാണ് ലെസ് ഈസ് മോർ. ആദ്യമായി കേൾക്കുമ്പോൾ ഇത് വളരെ സിമ്പിളായി തോന്നാം, പക്ഷെ നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ എഡിറ്റിംഗ് സ്റ്റൈൽ തന്നെ മാറും. ഒരു കഥ പറയാം. 90കളുടെ അവസാന കാലത്ത് ഇന്റർനെറ്റ് തുറന്നാൽ ഫുൾ ആഡ്സ്, ബട്ടൺസ്, ഐക്കൺ, ലിങ്ക്സ്, ആനിമേഷൻ ഇതെല്ലാം കൊണ്ട് നിറഞ്ഞിരുന്നു. ഓരോ വെബ്സൈറ്റും പറയുന്നത് എന്നെ നോക്കൂ, എന്നെ ക്ലിക്ക് ചെയ്യൂ എന്നതാണ്. ഇത് പ്രേക്ഷകരെ കൂടുതൽ കൺഫ്യൂഷനാക്കി. അപ്പോഴാണ് ഗൂഗിൾ വന്നത്. ഗൂഗിളിന്റെ ഹോം പേജ് ഓർമ്മയുണ്ടോ? വെളുത്ത ബാക്ക്ഗ്രൗണ്ട്, ഒരു ലോഗോ, ഒരു സെർച്ച് ബോക്സ്, അത്രമാത്രം. ഇത് കണ്ട ആളുകൾക്ക് തോന്നി പേജ് ശരിക്കും ലോഡായില്ലേ. പക്ഷെ പിന്നീട് മനസ്സിലായി അതായിരുന്നു അവരുടെ സ്ട്രെങ്ത്. കാരണം അവിടെ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ, സെർച്ച്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് കൺഫ്യൂഷനും ഇല്ല, ഡിസിഷൻ എടുക്കാനും സമയം വേണ്ട, ബ്രെയിനിന് സ്ട്രെസ്സും ഇല്ല. എഡിറ്റിങ്ങിനും ഇതേ റൂൾ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സീനിൽ 5-6 ആനിമേഷനും 4-5 ടെക്സ്റ്റും ഒന്നും വേണ്ട. അടുത്തത് മൂഡ് ബോർഡ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മൂഡ് ബോർഡിനെ കുറിച്ച്? പേര് കേൾക്കുമ്പോൾ വലിയ എന്തോ സംഭവമാണെന്ന് തോന്നും, പക്ഷെ അത്ര വലിയ സംഭവമൊന്നുമല്ല, സിമ്പിളാണ്. ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുൻപ് അതിന്റെ വിഷ്വൽ ഡയറക്ഷൻ തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സാണ് മൂഡ് ബോർഡ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ട്രാവൽ വീഡിയോ എഡിറ്റ് ചെയ്യുകയാണെന്ന് കരുതുക. ആദ്യം തീരുമാനിക്കുക ഈ വീഡിയോയുടെ മൂഡ് ഏതാണെന്നാണ്. അഡ്വഞ്ചർ ആണോ, പീസ്ഫുൾ ആണോ, ലക്ഷറി ആണോ, അതോ സിനിമാറ്റിക് ആണോ? അതിനുശേഷം മാത്രം കളർ പാലറ്റ് തിരഞ്ഞെടുക്കും. ഫാം കളർ ആണോ, കൂൾ കളർ ആണോ? ഇനി ഇതിന്റെ ഫോൺസ് ഏതാണ്? മിനിമൽ ഫോൺസ് മതിയോ, ബോൾഡ് ഫോൺസ് വേണോ? ഇനി ഇതിന്റെ മ്യൂസിക് എന്തായിരിക്കും? ഫാസ്റ്റ് ബീറ്റ്, സ്ലോ ബിയാണോ? ഇനി ഇതിന്റെ ട്രാൻസിഷൻ സ്റ്റൈലോ, സിമ്പിൾ കട്ട്, വൈറ്റ് പാൻ, അതോ സൂം ട്രാൻസിഷൻ? ഇതെല്ലാം മുമ്പേ തീരുമാനിച്ചാൽ എഡിറ്റിംഗ് തുടങ്ങുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പക്ഷെ മൂഡ് ബോർഡ് ഇല്ലെങ്കിലോ, നിങ്ങൾ 5 മിനിറ്റ് ഇരിക്കേണ്ടത് 2 മണിക്കൂറോളം ഇരിക്കും. കളർ ശരിയല്ല, ഫോണ്ട് മാറ്റും, ഇതിങ്ങനെ ലൂപ്പിൽ തന്നെ പെടും. ഇങ്ങനെ ഡിസിഷൻ എടുക്കാൻ സമയം കളയുന്നതിനാണ് ഡിസിഷൻ ഫറ്റീഗ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ സജഷൻ ഇതാണ്, നിങ്ങൾ ഒരു പ്രൊജക്ട് തുടങ്ങുന്നതിന് മുൻപ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അതിൽ നിങ്ങളുടെ റെഫറൻസ് ഇമേജ്, കളർ പാലറ്റ്, ഫോണ്ട്, മ്യൂസിക്, തംബ്നെയിൽ ഐഡിയ ഇതെല്ലാം ആഡ് ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ ടൈം ലൈൻ ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് തന്നെ ഡിഫറൻസ് മനസ്സിലാവും. ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ തുടങ്ങാം. സ്റ്റെപ്പ് 1, റഫ് കട്ട്. ടൈം ലൈനിൽ എല്ലാ ക്ലിപ്സും അറേഞ്ച് ചെയ്യുക. സ്റ്റോറി ബിൽഡ് ചെയ്യുക. ആവശ്യമായ ക്ലിപ്സ് മാത്രം നിൽക്കുക. അൺവാണ്ടഡ് ഫുട്ടേജ് ഡിലീറ്റ് ചെയ്യുക. മ്യൂസിക് ഉണ്ടെങ്കിൽ അത് റഫായി മാത്രം പ്ലേസ് ചെയ്യുക. വോയിസ് ഓവർ സിങ്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ വീഡിയോ ഭംഗിയാക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, സ്റ്റോറി ഫ്ലോ ശരിയാണോ, വ്യൂവറിന് മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ ബിഗിനേഴ്സ് ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ആദ്യത്തെ 10 സെക്കൻഡ് നിങ്ങൾ സൗണ്ട് എഫക്ട്സ്, കളർ ഗ്രേഡിംഗ്, ടെക്സ്റ്റ് ആനിമേഷൻ ഇതെല്ലാം ആഡ് ചെയ്യുക. എല്ലാം കംപ്ലീറ്റ്. അതിനുശേഷം വീഡിയോയുടെ ബാക്കി ഭാഗം കംപ്ലീറ്റ് ചെയ്യാനുള്ള മോട്ടിവേഷൻ തന്നെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ സ്റ്റോറി മാറ്റേണ്ടി വരും. അപ്പോൾ ഈ ചെയ്ത ആനിമേഷൻ മുഴുവൻ വീണ്ടും മാറ്റണം, മുഴുവൻ സമയവും വേസ്റ്റ്. പക്ഷെ പ്രൊഫഷണൽ എഡിറ്റേഴ്സ് എങ്ങനെ എഡിറ്റ് ചെയ്യുമെന്നറിയോ? അവർ ആദ്യം മുഴുവൻ വീഡിയോയും കംപ്ലീറ്റ് ചെയ്യും, ബിഗിനിങ് മുതൽ എൻഡ് വരെ. അതിനുശേഷം വീണ്ടും ആദ്യ സീനിലേക്ക് വരും. അതിനുശേഷമാണ് ആനിമേഷൻ, കളർ ഗ്രേഡിംഗ്, സൗണ്ട് ഡിസൈൻ ഇതെല്ലാം ചെയ്യുന്നത്. സ്റ്റെപ്പ് 2, പോളിഷ്. ഇപ്പോൾ നിങ്ങളുടെ സ്റ്റോറി റെഡിയായി. ഇനി വ്യൂവറിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാം. ഇപ്പോൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ: ഈ സീൻ കൂടുതൽ ഇമോഷണൽ ആക്കാൻ എന്തൊക്കെ ആഡ് ചെയ്യുക? ഇവിടെ സൂം വേണോ? ഈ ടെക്സ്റ്റ് ആനിമേറ്റ് ചെയ്യണോ? സൗണ്ട് എഫക്റ്റ് ആഡ് ചെയ്യണോ? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചേഞ്ച് ചെയ്യണോ? കളർ ഗ്രേഡിംഗ് ഇംപ്രൂവ് ചെയ്യണോ? ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് വളരെ ഈസി ആയിരിക്കും, കാരണം സ്റ്റോറി ഇനി മാറില്ല. പ്രൊഫഷണൽ എഡിറ്റേഴ്സ് ഒരേ സമയം എല്ലാം ചെയ്യാറില്ല. അവർ പ്രൊജക്റ്റ് പല പാസുകളായി ഡിവൈഡ് ചെയ്യും. പാസ് 1 സ്റ്റോറി, പാസ് 2 വിഷ്വൽ, പാസ് 3 ആനിമേഷൻ, പാസ് 4 സൗണ്ട് ഡിസൈൻ, പാസ് 5 കളർ ഗ്രേഡിംഗ് ആൻഡ് ഫൈനൽ റിവ്യൂ. ഈ വർക്ക് ഫ്ലോ ഫോളോ ചെയ്താൽ സ്പീഡ് മാത്രമല്ല ക്വാളിറ്റിയും ഇംപ്രൂവ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ എഡിറ്റിംഗ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ, ഹാപ്പി എഡിറ്റിംഗ്.